ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ ടെക്സ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റപ്പെടുന്നത് നമ്മൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ഇങ്ങനെ റൺ ചെയ്ത് പോകുമ്പോഴാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഭൂരിഭാഗം വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും അവർ പറയുന്ന കൊളോക്കിയലായിട്ട് പറയുന്ന പല കാര്യങ്ങൾക്കും അവർ ടെക്സ്റ്റ് ആഡ് ചെയ്യും. സോ ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ആളുകളെ പിടിച്ചിരുത്തും. രണ്ട്, അത് ആളുകൾ വായിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഗേജ്മെന്റ് കൊടുക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലും ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആൾക്കാരെ സംസാരം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില ആളുകളുടെ സംസാരം മറ്റു ചിലർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ടെക്സ്റ്റ് ഉണ്ടാകുമ്പോൾ ഓരോ കുറച്ചും കൂടി അങ്ങനത്തെ കാണാൻ ഈസിയാണ്. സോ ഈ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പല ആളുകളും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, സെയിം ഫോണ്ട് യൂസ് ചെയ്യാറില്ല. എന്തിനാണ് ഇവർ ഇങ്ങനെ സെയിം ഫോണ്ട് യൂസ് ചെയ്യാതിരിക്കുന്നത്? രണ്ട് ഫോണ്ട് എപ്പോഴും, അതായത് കോണ്ടന്റ്സിനെ കുറിച്ച് കൂടുതൽ ഐഡിയാസ് ഉള്ളവരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഡിറ്റർ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോഴും രണ്ട് തരത്തിലുള്ള ഫോണ്ടുകൾ ഫോളോ ചെയ്യും. അതൊരു എപ്പോഴും ഒരേപോലത്തെ ഫോണ്ട് ആകണമെന്നില്ല, പക്ഷെ അയാളുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തേത് പ്രൈമറി ഫോൺസും രണ്ടാമത്തേത് സെക്കൻഡറി ഫോൺസുമാണ്. ഈ പ്രൈമറി ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ഏതാണോ അതാണ് പ്രൈമറി ഫോണ്ട്. ആ ഒരു ഫോണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കുറച്ച് ബോൾഡ് ആയിട്ടാവും കാണിക്കുക. സെക്കൻഡറി ഫോണ്ട് എന്ന് പറയുന്നത് നോർമൽ ഫോണ്ട്, ലൈക്ക് അതായത് പ്രൈമറി ഫോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബോൾഡ് ആവില്ല, പക്ഷെ അത് എടുത്ത് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ മറ്റേതിന് അത്ര ബോൾഡ് ആവില്ല. സോ നമ്മൾ പറഞ്ഞു വന്നത്, എപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫോൺസ് എപ്പോഴും യൂസ് ചെയ്യണം. പ്രൈമറി ഫോൺസും സെക്കൻഡറി ഫോൺസ്. പ്രൈമറി ഫോൺസ് എപ്പോഴും ബോൾഡ് ആയിരിക്കണം, സെക്കൻഡറി ഫോൺസ് നോർമലി യൂസ് ചെയ്താൽ മതി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓഡിയൻസിനെ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.